ഞാൻ റിവർ സൈഡിലേക്ക് പോവുകയാണ്. കണ്ടല്ലോ, ഇത് പോകുന്ന വഴിയാണ്. ഇവിടെ മുഴുവനും കല്ലുകളാണ്. നോക്കൂ എത്ര ഭംഗിയാണെന്ന്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാൻ എന്നും ശനിയാഴ്ചകളിൽ ഇവിടെ വരും. വീക്കെൻഡ് ഈ വില്ലേജിലേക്ക് വരുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാനിവിടെ വരും. റിവർ എത്താറായി. നോക്കി നടന്നില്ലെങ്കിലേ തലയും കുത്തി വീഴും. ഇതാ നമ്മൾ റിവർ സൈഡിലെത്തി. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കി അവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതൊരു ചെറിയ പാലം. ഒരു 5-6 വർഷം ഇത് ഉണ്ടാക്കിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ രാവിലെ നടക്കാൻ വരുന്ന സ്ഥലം. കണ്ടോ, വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് വെരി നൈസ്, വെരി റിലാക്സിങ്. വി കാനോട്ട്, നമുക്ക് ഒന്നും ഇതിൻ്റെ അരുവിയുടെ ശബ്ദവും കിളികളുടെ ശബ്ദവും അല്ലാതെ ഒന്നും കേൾക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. സാധാരണ സൺഡേസ് ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. മുളം കാടുകളുണ്ട് ഒരു സൈഡിൽ, പിന്നെ വലിയ വലിയ മരങ്ങളുണ്ട്. റിവറിൻ്റെ സൗണ്ട് കൊണ്ട് എൻ്റെ സ്വരം കേൾക്കുമെന്നറിയില്ല. ബ്യൂട്ടിഫുള്ളാണ്, ബ്യൂട്ടിഫുൾ. ഇടയ്ക്ക് ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ടാവും. ഹലോ, ആളുകൾ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കേൾക്കാമോ നിങ്ങൾക്ക്? അരുവിയുടെ സ്വരം കേൾക്കാം അല്ലേ? കിളികളും മരങ്ങളും നല്ല കാറ്റും നല്ല തണുപ്പും. ഇതിൻ്റെ മറ്റേ സൈഡിലൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ ഒത്തിരി കാണാനുണ്ട്. ഇത് നല്ലൊരു വില്ലേജാണ്. ഈ മാസം ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഏറ്റവും നല്ല കാലാവസ്ഥ ഉള്ളത്. അധികം ചൂടുമില്ല, അധികം തണുപ്പില്ല. നല്ല സുഖമാണ് നടക്കാനായിട്ട്. ഇത് അടുത്ത് തന്നെ ഒരു നേച്ചറിൽ അവരൊരു ജിമ്മും ഉണ്ടാക്കിയിട്ടുണ്ട്. വീക്ക് ഡേയ്സ് ഇവിടെ സമീപത്തുള്ള ആളുകളൊക്കെ അവിടെ ജിമ്മിൽ വരാറുണ്ട്. നോക്കൂ, ഇടയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കോഫി ആയിട്ടൊക്കെ വരാറുണ്ട് ഇവിടെ. നോക്കൂ, ഇവിടെ ഒരു കൊച്ചു ജിമ്മുണ്ട്. കുട്ടികളും ടൂറിസ്റ്റുകളൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്തൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് നോക്കിയാൽ. നിങ്ങൾ അങ്ങ് നോക്കിയാൽ കാണാം, അതൊരു ഹോട്ടലാണ്. പഴയ ഹോട്ടൽസാണത്.
പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നും, അകത്ത് നല്ല ആധുനികമായിട്ടുള്ള രീതിയിലൊക്കെ ഫിക്സ് ചെയ്ത റൂംസും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോട്ടൽസാണ്. നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. Look at that. So nice. So relaxing. ഇവിടെ ഒരു ബെഞ്ചുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മഴയൊക്കെ വന്നിട്ട് അത് ഡിസ്ട്രോയ് ആയിട്ട് താഴോട്ട് മറിഞ്ഞ് വീണ് കിടക്കുന്ന കണ്ടോ. ഒത്തിരി ആളുകൾ ഇവിടെ ഹോട്ടലുകളിൽ താമസിക്കുന്നവരൊക്കെ രാവിലെ നടക്കാൻ വരും. ഈ ഒരു സ്ഥലത്ത് അധികം ഒഴുക്കില്ല, അത് കണ്ടോ. ഇവിടെ ചിലപ്പോൾ ആളുകൾ കുളിക്കാൻ വരാറുണ്ട്. ഇതൊക്കെ മുളമരങ്ങളാണ്. ഇന്ന് കുറച്ച് ആളുകളുണ്ട്. ചെറിയൊരു പാസേജ് ഉണ്ട് ഇവിടെ. ഓരോ കുറച്ച് നേരം ഇടവിട്ട് അവർക്ക് ഒരു പാലങ്ങളുണ്ട്, കൊച്ചു കൊച്ചു പാലം. ഇവിടെ ഒരു ടൂറിസ്റ്റ് വിശ്രമിക്കുകയാണ് ബെഞ്ചിൽ. നോക്കി എന്താ രസമല്ലേ കാണാൻ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, ഭയങ്കര രസം. ഇവിടെ സമ്മർ ടൈമിൽ വന്നാലും നല്ല തണുപ്പാണ് ഈ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ സമ്മർ ടൈമിലൊക്കെ ഞങ്ങൾ വരാറുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഊട്ടി മൂന്നാർ ഒക്കെ പോകില്ലേ, അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ വ്യത്യാസം കാറിൽ ഇവിടെ വരാനായിട്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സാറ്റർഡേ സൺഡേ ഇവിടെ വരും. ഇവിടെ ഒരു വീടുണ്ട് ഞങ്ങൾക്ക്. അതൊരു 165 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീടാണ്. പഴയ മരത്തിൻ്റെയും കല്ലുകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ വീടാണ്. ആ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ കേരളത്തിലൊരു കൊച്ചു ഫോർട്ട് കൊച്ചിയുടെ ഒരു മൂലയിൽ കിടന്ന ഞാൻ എങ്ങനെ ഈ സൈപ്രസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി 16 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും അറിയില്ലായിരുന്നു സൈപ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന്. Look at this. ഒത്തിരി പേരുണ്ടെന്ന്. വെരി റിലാക്സിങ് ആയിട്ടുള്ള സ്ഥലമായത് കൊണ്ടിട്ട് തന്നെ എന്നും വീക്ക് ഡേയ്സും ഈ വില്ലേജ് എപ്പോഴും ചൂട് സമയത്തും തണുപ്പ് സമയത്തും ഒക്കെ ഈ വില്ലേജിൽ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വിശേഷങ്ങളും എൻ്റെ കഥകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.